അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയസ്തറൂന ബിഹി സമനൻ ഖലീല ഉലൈക മാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഖിബിലമാറ്റത്തെ തുടർന്ന് അള്ളാഹു നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്, അള്ളാഹു ഹലാലാക്കിയ പരിശുദ്ധമായതൊക്കെ നിങ്ങൾ അനുഭവിച്ചോളൂ. യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, പ്യുവറായിട്ടുള്ള ഹലാലായിട്ടുള്ളതൊക്കെ നിങ്ങൾ ആഹരിച്ചോളൂ. വലാ തത്തബിഉ ഖുതുവാത്തി ഷെയ്ത്വാൻ, ഷെയ്ത്വാൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. അവൻ നിങ്ങൾക്ക് ശത്രു മാത്രമാണ്. അവൻ കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന മ്ലേച്ഛമായ കാര്യങ്ങൾ മാത്രമാണ്. വാൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തത്, നിങ്ങൾക്കൊരറിവുമില്ലാത്തതൊക്കെ അവൻ കെട്ടിയുണ്ടാക്കുകയാണ്. അള്ളാഹു പറഞ്ഞു വിശ്വാസികളോട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കുലൂമിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത, നിങ്ങൾക്ക് നൽകിയ പരിശുദ്ധമായതൊക്കെ നിങ്ങൾ ആഹരിച്ചോളൂ. വഷ്കുറൂലില്ല, എന്നിട്ട് നിങ്ങളെല്ലാം അള്ളാഹുവിന് ശുക്ർ ചെയ്യൂ. ഇൻകുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. എന്നിട്ട് അള്ളാഹു ഒറിജിനലി ഹറാമാക്കിയ കാര്യങ്ങൾ എന്താണ് എന്ന കാര്യം പറഞ്ഞു. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്ത, അള്ളാഹു ഹറാമാക്കിയത് ഇതാണ്, ഡെഡായിട്ടുള്ളതാണ്. അതുപോലെ വദ്ദം, രക്തമാണ്. വലഹമൽ ഖിൻസീർ, പന്നിമാംസമാണ്. വമാ ഉഹില്ല ബിഹി ലി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർപ്പിച്ച, അവരുടെ പേരിൽ, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത് മാത്രമാണ്, അത് മാത്രമാണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. ഇന്നമ എന്ന പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അത് മാത്രമാണ്. ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമാണ് അവൻ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത്. ഇനി ആരെങ്കിലും ഹറാമാക്കിയത് ഭക്ഷിക്കപ്പെടാൻ നിർബന്ധിതരാകുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞു, ഫലാ ഇസ്മ അലൈഹി, അവർക്കതിൽ കുറ്റമില്ല. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം, അവൻ എല്ലാം പൊറുക്കുന്ന കാരുണ്യമുള്ള ആളാണ്. അതിനെ തുടർന്നാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ, അള്ളാഹു അവതരിപ്പിച്ച കിതാബിനെ, അള്ളാഹു അവതരിപ്പിച്ച നിയമത്തെ, അതിനെ മറച്ചു വെക്കുക. അതുപോലെ എന്തിനാണത് മറച്ചു വെക്കുന്നത്? മറച്ചു വെച്ചിട്ട് അവരെന്താണ് ചെയ്യുന്നത്? വയസ്തറൂന ബിഹി സമനൻ ഖലീല, തുച്ഛമായ വിലയാണ് അതുകൊണ്ട് അവർ സമ്പാദിക്കുന്നത്. അവർ വിറ്റുകളയുകയാണ്. തുച്ഛമായ നേട്ടങ്ങൾ, തുച്ഛമായ സമ്പാദ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവർ അവരവരുടെ വയറുകളിൽ നിറക്കുന്നത് തീയല്ലാതെ ഒന്നുമല്ല. ഉലായിക്കമായ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം ഇല്ലന്നാർ, അവരവരുടെ വയറുകളിലേക്ക് നിറക്കുന്നത് നാറ് മാത്രമാണ്, തീയാണ്, അല്ലെങ്കിൽ നരകാഗ്നിയാണ്. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കില്ല. വലാ യുസക്കീഹിം, അവൻ അവരെ ശുദ്ധീകരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയുള്ള അദാബാണ് അവിടെയുള്ളത്. അവൻ ശുദ്ധീകരിച്ച് അവരെ സ്വർഗത്തിലാക്കുന്നില്ല, അവൻ അദാബ് നൽകുന്നു, നല്ല വേദനയുള്ള അദാബ് അവിടെ നൽകുന്നു. അള്ളാഹു അവതരിപ്പിച്ചതിനെ മറച്ചു വെക്കുക, അതിനെ തുച്ഛമായ വിലക്ക് വിറ്റുകൊണ്ട് അവർ സമ്പാദിക്കുന്നത്, അള്ളാഹു പറയുന്നു, നരകാഗ്നി മാത്രമാണ്. അള്ളാഹു ഹറാമാക്കിയത്, അള്ളാഹു ഓരോ ശരീഅത്തിലും ഓരോ മൻഹജിലും വ്യത്യസ്തമായ രീതികൾ കൈക്കൊണ്ടിട്ടുണ്ട്. വ്യത്യസ്തമായ നിയമങ്ങളും വ്യത്യസ്തമായ മൻഹജുകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിന് പുറമെ, അല്ലെങ്കിൽ അതല്ലാതെ, കക്ഷിമാത്സര്യത്തിൻ്റെ പേരിലും മറ്റും ഗ്രൂപ്പുകളുണ്ടാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഹലാലാക്കിയതിനെയൊക്കെ ഹറാമാക്കുകയും അതുപോലെ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ചെയ്യുന്നതിൻ്റെ ഗൗരവമാണ് അള്ളാഹു പറഞ്ഞത്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ അറബികളെ സംബന്ധിച്ചിടത്തോളവും ഇത് ഈക്വലി ആപ്ലിക്കബിളാണ്. യഹൂദരെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, കുല്ലു ത്വആം കാന ഹില്ലല്ലി ബനി ഇസ്രായേൽ, എല്ലാ ഭക്ഷണവും അവർക്ക് ഹലാലായിരുന്നു. ഇല്ലാമ ഹറമ ഇസ്രായേലു അലാ നഫ്സിഹി, യാക്കൂബ് അലൈഹിസ്സലാം സ്വന്തത്തിൻ്റെ പേരിൽ ചിലത് നിഷിദ്ധമാക്കി എന്നതല്ലാതെ ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഹലാലായിരുന്നു. മിൻ ഖബിലി അൻ തുനസ്സല തൗറാത്തു, തൗറാത്ത് ഇറക്കപ്പെടുന്നതിന് മുമ്പ്
പിൽക്കാലത്ത് അത് അവർക്ക് ഹറാമായി വന്നതാണ്. അതുകൊണ്ട് ഒറിജിനൽ ഇബ്രാഹീമി മില്ലത്തിൽ എല്ലാം ഹലാലാണ്, പരിശുദ്ധമായതൊക്കെ ഹലാലാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, ഖുൽ ഫഅ്തു ബിത്തൗറാത്തി, നിങ്ങൾ തൗറാത്ത് കൊണ്ടുവാ, ഫത്ലൂഹ ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങളത് പാരായണം ചെയ്യും. അള്ളാഹു പറയുന്നു, ഫമൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ മിൻ ബഅദി ദാലിക ഫൗലൈക ഹുമുൽ ളാലിമൂൻ. ആരാണോ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നത് ഇതിനു ശേഷവും അവർ ലാലിമീങ്ങളാണ്. ഖുൽ സ്വദഖല്ല, അള്ളാഹു സത്യം പറഞ്ഞു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവാ എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഖുൽ സ്വദഖല്ല, അള്ളാഹു പറഞ്ഞതാണ് സത്യം. ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിമിൻ്റെ വക്രതയില്ലാത്ത മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റൂ. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളല്ല. ഒറിജിനലി ഇബ്രാഹിമി മില്ലത്തിൽ അള്ളാഹു പരിശുദ്ധമായതൊക്കെ ഹലാലാക്കിയതാണ്. ഒരു ക്രൂക്ക്നെസ്സും ഇല്ല, ഒരു പ്രയാസവുമില്ല. പിൽക്കാലത്ത് ഹറാമായിട്ട് വന്നതാണ്. അപ്പോൾ ഒറിജിനലി ബനു ഇസ്രായേലിന് യാക്കൂബിൻ്റെ സന്തതികൾക്ക് അള്ളാഹു നേരത്തെ എല്ലാം ഹലാലാക്കിയതാണ്. അള്ളാഹു അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഹറാമാക്കുന്ന ആളുകൾ അവർ തുച്ഛമായ വില സമ്പാദിക്കുന്നു, അവർ നരകാഗ്നിയാണ് സമ്പാദിക്കുന്നത്. അള്ളാഹു അവരോട് സംസാരിക്കില്ല, അവരെ അള്ളാഹു ശുദ്ധീകരിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അവരോടുള്ള നിലപാടിനെക്കുറിച്ചാണ്. അള്ളാഹു അവരെ പ്രത്യേകിച്ച് പരിഗണിക്കില്ല. ഇക്കാര്യം അള്ളാഹു പറയുന്നുണ്ട്, പലയിടത്തായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു സംസാരിക്കില്ല എന്നും പറയുന്നുണ്ട്, അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കണ്ട എന്ന് പറയുന്നുണ്ട്, അള്ളാഹു അവരെ നോക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അള്ളാഹു പറയുന്നത് കാണാം. റബ്ബന അഖ്രിജ്നാ മിൻഹ, സൂറ അൽ മുഅ്മിനൂനിൽ കാണാം, റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾ അതിൽ നിന്ന് പുറത്താക്കണം, ഒന്ന് പുറത്ത് കടത്തണേ. ഫൈൻ ഉദിന, ഞങ്ങൾ ഇനി പുറത്ത് വന്നിട്ട് ഞങ്ങൾ പഴയ മാതിരി ആകുകയാണെങ്കിൽ ഫൈന ലാലിമൂൻ, അപ്പം ഞങ്ങൾ അക്രമികാരികളാകും. അതുകൊണ്ട് ഒരവസരം കൂടെ നൽകണേ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഖാല ഖ്സൗ ഫീഹ വലാ തുകല്ലിമൂൻ, നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതുപോലെ അള്ളാഹു അവരോട് സംസാരിക്കില്ല എന്ന് മറ്റ് പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു അവരോട് അന്ത്യനാളിൽ സംസാരിക്കില്ല, അവരെ നോക്കില്ല. അതൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവരെ പരിഗണിക്കില്ല, അള്ളാഹു അവരുടെ അഭ്യർത്ഥന മാനിക്കില്ല, അള്ളാഹു അവർക്ക് സ്പെഷ്യൽ ഫേവർ നൽകില്ല എന്നൊക്കെയാണ്. അള്ളാഹു അവരോട് സംസാരിക്കില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയുമില്ല. പരിശുദ്ധമായതാണ് അവൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്, ശുദ്ധീകരിക്കപ്പെട്ടത് മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതും സ്വർഗത്തിൽ കടക്കുന്നത്. പക്ഷെ അവൻ അവരെ ശുദ്ധീകരിക്കുന്നില്ല, പകരം അവർക്ക് അദാബുണ്ട്, അദാബിലൂടെ അവരെ ശുദ്ധീകരിച്ച് വരണം. വലഹും അദാബുൻ അലീം, അവർക്ക് നല്ല വേദനയുള്ള അദാബ് അവൻ നൽകുന്നുണ്ട്. ഉലായിക്കല്ലദീന ഇഷ്തറൗ ലലാലത ബിൽ ഹുദ, അവർ ലലാലത്തിനെ വിലക്ക് വാങ്ങിയവരാണ്. സന്മാർഗം നൽകിയിട്ട്, സന്മാർഗം പകരം കൊടുത്തിട്ട്, സന്മാർഗം വിലയായിട്ട് നൽകിയിട്ട് അവർ സമ്പാദിച്ചത് ലലാലത്താണ്. അതുപോലെ വൽ അദാബ ബിൽ മഗ്ഫിറ, അവർ സമ്പാദിച്ചത് അദാബാണ്, മഗ്ഫിറത്തിനെ പകരം കൊടുത്തുകൊണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, ഫമാ അസ്ബറഹും അലന്നാർ, എന്താണ് നരകത്തിൽ തന്നെ അവരെ പിടിച്ചു നിർത്തുന്ന കാര്യം? ദാലിക, ഈ ശിക്ഷയൊക്കെ എന്തുകൊണ്ടാണ്? ബി അന്നല്ലാഹ നസ്സലൽ കിതാബ ബിൽ ഹഖ്, കിതാബ് അള്ളാഹു സത്യസന്ധമായിട്ടാണ്, നിയമത്തെ അള്ളാഹു സത്യസന്ധമായിട്ടാണ് അവതരിപ്പിച്ചത്. വ ഇന്നല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബ്, അൽ കിതാബിൽ അള്ളാഹു നൽകിയ ഒറിജിനൽ നിയമത്തിൽ ഇഖ്തിലാഫ്, അതിൽ ഭിന്നത വരുത്തിയ ആളുകൾ, ലഫീ ഷിഖാഖിൻ ബഈദ്, അവർ വളരെ വിദൂരമായ, വളരെ രണ്ടറ്റത്തും ആണ് അവരുള്ളത്. അവരുടെ മാത്സര്യം കാരണം ഒരാൾ ഒരറ്റത്താണ്, മറ്റൊരാൾ മറ്റൊരറ്റത്താണ്. അവർക്ക് കോമൺ ആയിട്ടൊരു പോയിൻ്റില്ല, അവർക്കൊരു ലക്ഷ്യമല്ല ഉള്ളത്, അള്ളാഹുവിൻ്റെ വജ്ഹല്ല അവരുദ്ദേശിക്കുന്നത്. അവരവരുടേതായ ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രണ്ടറ്റത്ത് നിന്നുകൊണ്ട് ശത്രുതയിൽ കഴിയുന്നവരാണ്. ഈ കക്ഷി മാത്സര്യം കാരണമാണ് അവർ പലതും ഹലാലും ഹറാമോ ആക്കുന്നത്. ഒരേ മതത്തിൽ തന്നെയുള്ള ഗ്രൂപ്പുകളും വ്യത്യസ്ത മതങ്ങളും, യഹൂദരിൽ തന്നെയുള്ള ഗ്രൂപ്പായാലും ഇനി യഹൂദരും ക്രൈസ്തവരൊക്കെ ഓരോരോ ദിശയും പിടിച്ചുകൊണ്ട് ഓരോ മൻഹജുമായിട്ട് നിൽക്കുകയാണ്. യഹൂദർക്ക് ഏറെക്കുറെ എല്ലാം ഹറാം, എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം എല്ലാം ഹലാലാണ്. അവർക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഡയറ്ററി നിയമങ്ങളൊന്നുമില്ല. അപ്പോൾ ഓരോ ആളുകളും ഓരോ മൻഹജ് അനുസരിച്ചിട്ട്, ഓരോ രീതി അനുസരിച്ചിട്ട് നിലകൊള്ളുകയാണ്. അവരതിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കിതാബിലുള്ള അവരുടെ ഇഖ്തിലാഫിൻ്റെ കാരണം പരസ്പരമുള്ള ശത്രുതയാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെയും ഹുബിൻ്റെയും അവനോടുള്ള വിധേയത്വത്തിൻ്റെയൊക്കെ പേരിൽ അള്ളാഹു ഹറാമാക്കിയത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലൊക്കെയുള്ള ഭിന്നത പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അള്ളാഹു എന്തൊക്കെയാണ് ഹറാമാക്കിയത്, അള്ളാഹു എന്തൊക്കെയാണ് ഹലാലാക്കിയത് എന്ന കാര്യം അന്വേഷിക്കുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്.
ഭക്ഷണ വിഷയത്തിൽ തന്നെ നമുക്ക് കാണാം. ഏതൊക്കെ ഭക്ഷണമാണ് ഹലാൽ, ഏതൊക്കെയാണ് ഹറാം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അള്ളാഹു പരിശുദ്ധമായതൊക്കെ ഹലാലാണെന്ന് പറഞ്ഞു. അതോടൊപ്പം അള്ളാഹു ഹറാമാക്കിയത് ഡെഡായിട്ടുള്ളതാണ്, രക്തമാണ്, പന്നിമാംസമാണ്, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അർപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അതിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങളിൽ തന്നെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൈക്കൊണ്ടവരാണ്. എന്തൊക്കെയാണ് ഒറിജിനലി ഹറാമെന്നും എന്തൊക്കെയാണ് നമുക്ക് ഹലാലെന്നുമുള്ള വിഷയം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായിട്ട് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാ നഖമുള്ളതും അതുപോലെ കൂർത്ത പല്ലുകൊണ്ട് കാർണിവോറസായിട്ടുള്ള എല്ലാ മൃഗങ്ങളും, സിംഹം പോലെയുള്ള എല്ലാ മൃഗങ്ങളും ഹറാമാണ്. നായയും മൃഗങ്ങളും ഒക്കെ, പട്ടിയും മൃഗവും ഒക്കെ ഹറാമാണ്. അതുപോലെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെ ഉപദ്രവിച്ച് കീഴ്പ്പെടുത്തുന്ന മാംസബുക്കുകളല്ലാത്ത മൃഗങ്ങളും ആനയെപ്പോലെയുള്ളതുമൊക്കെ ഹറാമാണ് എന്നതാണ് ഷാഫി മദ്ഹബിൻ്റെ നിയമം. അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ചില ജീവികളുണ്ട്, പാമ്പിനെ പോലെയുള്ള, അതൊക്കെയും ഹറാമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുള്ള മൃഗങ്ങളുണ്ടെങ്കിൽ അതും ഹറാമാണ്, അതിനെയും അറുത്ത് തിന്നാൻ പാടില്ല. അതുപോലെ വളരെ അഗ്ലിയായിട്ടുള്ള അറപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ പുഴുക്കളും അതുപോലെ ഇൻസെക്റ്റുകളും എല്ലാ ഫ്ലൈസും എല്ലാ തരത്തിലുള്ള പാറ്റകളും പ്രാണികളും ഒക്കെ ഹറാമാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായിട്ട് ഹറാമാക്കിയ ചില വചനങ്ങളിലൂടെ ഹറാമാക്കിയ ചില മൃഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് സാധാരണ നാടൻ കഴുത, അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷിക്കുന്നത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതും ഹറാമാണ്. അത്തരത്തിൽ നിഷിദ്ധമാക്കിയ ഏതെങ്കിലും വിധത്തിൽ നിഷിദ്ധമായിട്ടുള്ള മൃഗത്തിൽ നിന്നുള്ള കുട്ടി, ചിലപ്പോൾ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ടവർ മെയ്റ്റ് ചെയ്തുകൊണ്ട് കുട്ടികളുണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് നാടൻ കഴുതയും കുതിരയും മെയ്റ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്നതാണ് കോവർ കഴുത. അതുകൊണ്ട് കോവർ കഴുതയും ഹറാമാണ്. കടലിലെ ജീവികളാണെങ്കിൽ കടലിലുള്ള എല്ലാം, കടലിൽ പോയിസണസ് ആയിട്ടുള്ള അതുപോലെ ഉപദ്രവമുണ്ടാക്കുന്ന ജീവികൾ ഒഴികെ കടലിലുള്ള എല്ലാം പൊതുവെ ഹലാലാണ്. കടലിലും കരയിലും ജീവിക്കുന്ന ജീവികളൊക്കെയും ഹറാമാണ്. ഇങ്ങനെ ഹറാം ഹലാലുകളുടെ വ്യക്തമായ കൃത്യമായ ലിസ്റ്റുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതിൽ നിന്നും പ്രവാചകൻ വിലക്കിയതിൽ നിന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നിർദ്ധാരണം ചെയ്തെടുത്തതാണ്. ഈ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളും കാണാം. ഉദാഹരണത്തിന് കുതിരയുടെയൊക്കെ വിഷയത്തിൽ അത് ഹറാമാണെന്ന് പറയുന്നവരും അല്ല, അത് കറാഹത്താണെന്ന് പറയുന്നവരും ഹലാലാണെന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട്. എന്നാൽ അള്ളാഹു ഇവിടെ പറയുന്നത് കക്ഷി മാത്സര്യത്തിൻ്റെയൊക്കെ പേരിൽ തുച്ഛമായ വില സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അവരുടെ ഭിന്നത ഫിൽ കിതാബി ലഫി ഷിഖാഖിൻ ബഈദ്, അവർ വിദൂരമായ അകന്ന മാത്സര്യത്തിലാണ്, രണ്ടറ്റത്താണ് അവർ എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാക്കിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നന്മ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തെ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖത്തെ കിഴക്കോട്ടോ തിരിക്കുന്നത് മാത്രമല്ല, ഏതെങ്കിലും ഒരു മൻഹജ് ഫോളോ ചെയ്യുന്നത് മാത്രമല്ല നന്മ. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏതെങ്കിലും ഒരു പ്രത്യേക രീതികൾ, ആരാധനാ സമ്പ്രദായങ്ങൾ, ആചാര രീതികൾ, അങ്ങനെയൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതൊക്കെ മുറുകെ പിടിച്ച് നിൽക്കുന്നതൊന്നുമല്ല നന്മ. അതൊന്നും അൾട്ടിമേറ്റ് അല്ല, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കോർ സംഗതികൾ അതൊന്നുമല്ല. ബിർറ് എന്ന് പറയുന്നത് ബർറ്, കര എന്ന് പറയുന്ന വാക്കുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഏറ്റവും സ്റ്റേബിളായ സേഫായ ഒന്നാണല്ലോ കര. അതുകൊണ്ട് മാറാത്ത, വളരെ മാറ്റമില്ലാത്ത കോറായിട്ടുള്ള സംഗതി നന്മ എന്നുദ്ദേശിക്കുന്നതാണ്. അത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖന്തിരിക്കുന്നതല്ല. കോർ എന്ന് പറയുന്നത് വലാക്കിന്നൽ ബിർറ മൻ ആമന ബില്ല, വലാക്കിന്നൽ ബിർറു മൻ ആമന ബില്ല. അവിടെ ബിർ എന്നുള്ള ഒരു വാക്ക് ഹദഫാണെന്ന് പറയാറുണ്ട്. അതല്ല, വലാക്കിന്നൽ ബിർറ, നന്മ എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് എന്ന അർത്ഥത്തിലാണ്. വലാക്കിന്നൽ ബാറ, ബിർ എന്നുള്ളത് ബാറ എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയാറുണ്ട്.
ഹുവ അദിലുൻ എന്നൊക്കെ പറയുന്ന പോലെ അവൻ നീതിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അവൻ നീതിമാനാണ് എന്ന പോലെ ബിർറ് എന്നുള്ളത് ബാറ് എന്നുള്ള നന്മ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണെന്നുള്ള അഭിപ്രായമുണ്ട്. അതല്ല, ഇവിടെ ഒരു ഹദഫുണ്ട്, വലാക്കിന്നൽ ബിർറ ബിർറുമന്നാമന ബില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ്റെ ബിർറാണ് യഥാർത്ഥ ബിർറ്, നന്മ എന്ന് പറയുന്ന അതാണ്. കോറായിട്ടുള്ള കാര്യം അള്ളാഹുവിലുള്ള ഈമാനാണ്. അതുപോലെ യൗമുല്ലാഹിർ വൽ യൗമുല്ലാഹിർ, അന്ത്യനാളിലുള്ള ഈമാനാണ്. വൽ മലായിക്കത്തി വൽ കിതാബി, മലക്കുകളിലും കിതാബിലുമുള്ള ഈമാനാണ്. വൻ നബിയീൻ, നബിമാരിലുള്ള ഈമാനാണ്. ഇവിടെ എല്ലാം പ്ലൂറലായിട്ട് പറഞ്ഞപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു സംഗതിയാണ് കിതാബ് എന്നുള്ളത് സിംഗുലറായിട്ടാണ് പറഞ്ഞത്. ഒരൊറ്റ കിതാബാണ്, മാറാത്ത ഒന്നിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അൽ കിതാബ് എന്ന് സിംഗുലറായിട്ട് പറഞ്ഞത്. നിയമങ്ങളുടെ കോർ, അതിൻ്റെ എസൻസ് അത് മാറാത്തതാണ്. അപ്പോൾ ഇതിലൊക്കെയുള്ള ഈമാനാണ് കോർ, അതാണ് മാറ്റമില്ലാതെ ഉണ്ടാകേണ്ടത്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നത് മാത്രമല്ല പുണ്യം, ഇതൊക്കെയാണ് ഇതിൻ്റെ കോർ. അതുപോലെ വആത്തൽ മാല അല ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യത്താമ വൽ മസാക്കീൻ, ധനം നൽകലാണ് നിങ്ങൾക്കതിനോടുള്ള ഹുബിന് എഗൻസ്റ്റായിട്ട്. നിങ്ങൾക്ക് ധനത്തോട് ഇഷ്ടമുണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിലും പറയാറുണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ ധനം നൽകലാണ്, അല്ലാതെ ധനം ജനങ്ങളിൽ നിന്ന് സമ്പാദിക്കലല്ല. നേരത്തെ പറഞ്ഞതാണ്, തുച്ഛമായ വില സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നു, അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നു. ഇവിടെ പറയുന്നു അതല്ല ബിർറ്. ബിറെന്ന് പറയുന്നത് ധനം നൽകലാണ്, നിങ്ങൾക്ക് ഹുബ്ബുള്ളതോടൊപ്പം നൽകലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഹുബിനാൽ നൽകലാണ്. ദവിൽ ഖുർബ, ഉറ്റ ബന്ധുക്കൾക്ക് നൽകലാണ്. വൽ യത്താമ വൽ മസാക്കീൻ, യത്തീമുകൾക്കും മിസ്കീനുകൾക്കുമൊക്കെ ധനം നൽകലാണ്, അഗതികൾക്ക്. അതുപോലെ വബിന സബീൽ, ഇബ്നു സബീലിന്, വഴിയുടെ മക്കൾക്ക്. വസായിലീൻ, ചോദിക്കുന്ന ആളുകൾക്ക്, ചോദിച്ചു വരുന്ന ആളുകൾക്ക്. വഫിർ റിഖാബ്, അടിമമോചന വിഷയത്തിൽ. ഇതിലൊക്കെ ധനം നൽകലാണ്, അതാണ് ബിർറ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വാക്കാമ സ്വലാത്ത് നിലനിർത്തലാണ്. വാത്ത സക്കാത്ത് നൽകലാണ്. ഇതാണ് ബിറിൻ്റെ ഒരു കോറെന്ന് പറയുന്നത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്തലാണ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തലാണ്. വൽ മൂഫൂന ബി അഹ്ദിഹിം ഇദാ ആഹദു, നിങ്ങൾ കരാർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കരാർ നിറവേറ്റലാണ്. കരാറിൽ ഏർപ്പെട്ടാൽ അത് നിറവേറ്റുകയും ചെയ്യലാണ് ബിർറ്. അള്ളാഹുവോട് ചെയ്യുന്ന കരാർ, ജനങ്ങളോട് ചെയ്യുന്ന കരാർ. അള്ളാഹുവോട് ചെയ്യുന്ന കരാർ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒന്നതാണ്. അള്ളാഹുവോട് ചെയ്ത കരാർ അവൻ്റെ ശരീഅത്ത് നിലനിർത്തലാണ്. അതുപോലെ വസ്വാബിരീന ഫിൽ ബഅ്സായി വല്ലറായി വഹീനൽ ബഅ്സ്, ക്ഷമ കൈക്കൊള്ളലാണ്, അടിയുറച്ച് നിൽക്കലാണ്. ഫിൽ ബഅ്സാ, പ്രയാസത്തിൻ്റെ സമയത്ത്, ദാരിദ്ര്യം പോലെയുള്ള പ്രയാസത്തിൻ്റെ സമയത്ത് വളരെ ക്ഷമിച്ച് നിൽക്കലാണ്. വല്ലറാ, വിഷമത്തിൻ്റെ സമയത്ത്, ദുരിതത്തിൻ്റെ സമയത്ത്, നിങ്ങൾക്ക് രോഗം പോലെയുള്ളത് അനുഭവിക്കുന്ന സമയമാണ് ഉദ്ദേശിക്കുന്നത്. ബഅ്സാ എന്ന് ഉദ്ദേശിക്കുന്ന ദാരിദ്ര്യം പോലെയുള്ള പല വിഷമതകളും പല കഷ്ടതകളും ആ സമയത്താണ്. വഹീനൽ ബഅ്സ്, ബഅ്സിൻ്റെ സമയത്ത്, യുദ്ധസമയത്ത് എന്നും ഇതിനർത്ഥം പറയാറുണ്ട്. ബഅ്സാ എന്ന് ഉദ്ദേശിച്ചത് യുദ്ധത്തിൻ്റെ സമയമാണ്. ലറാ എന്നുദ്ദേശിക്കുന്ന രോഗം പോലെയുള്ള സമയമാണ്. അത്തരം സമയങ്ങളിൽ അടിയുറച്ച് നിൽക്കലാണ്, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അടിയുറച്ച് നിൽക്കലാണ്. പ്രയാസമുള്ള സമയത്തൊക്കെ, അത് ശത്രുക്കൾ ഇങ്ങോട്ട് വരുമ്പോഴും ജിഹാദൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ക്ഷമിച്ച് നിൽക്കൽ, അടിയുറച്ച് നിൽക്കൽ, തീവ്രമായിട്ട് പരിശ്രമിക്കൽ, അതൊക്കെയാണ് ബിർറ്. ഉലായിക്കല്ലദീന സ്വദഖു വ ഉലായിക ഹുമുൽ മുത്തഖൂൻ, അവരാണ് സത്യസന്ധർ, അവരാണ് മുത്തഖീങ്ങൾ. ബിർറും സത്യസന്ധതയും തഖ്വയും ഒക്കെ പരസ്പരം ബന്ധമുള്ള കാര്യമാണ്. മാറാത്ത സംഗതിയാണ് ബിർറ്. സ്വിദ്ഖും അതാണ്. തഖ്വ എന്ന് പറയുന്നതും അതിക്രമങ്ങളില്ലാതെ, പരിധി ലംഘിക്കാതെ ഒരു കോറിലേക്ക് വരലാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വിദ്ഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്വിദ്ഖ യഹ്ദീ ഇലൽ ബിർറ്. സ്വിദ്ഖ്, സത്യസന്ധത എന്നത് ബിർറിലേക്ക് നയിക്കുന്നതാണ്. വൈന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന, നന്മ എന്നത്, ബിർറ് എന്നത് സ്വർഗത്തിലേക്ക് നയിക്കും. വൈന്ന റജുല ലയസ്ദുഖു ഹത്താ യകൂനു സുദ്ദീഖൻ, ഒരു മനുഷ്യൻ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും അവൻ അള്ളാഹുവിങ്കൽ സിദ്ദീഖാകുന്നത് വരെ. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള ഒരവസ്ഥ അറ്റൈൻ ചെയ്യുന്നത് വരെ അവൻ സ്വിദ്ഖ്, സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ കോറായിട്ടുള്ള നിയമം എന്ന് പറയുന്നത്, അള്ളാഹു എല്ലാ കാലത്തും നൽകിയ കോറായിട്ടുള്ള ടീച്ചിങ്സ്, അള്ളാഹുവിലുള്ള ഈമാനും യൗമുൽ ആഖിറിലുള്ള ഈമാനും
മലക്കുകളിലും കിതാബിലും നബിമാരിലുമുള്ള ഈമാനും അതുപോലെ ധനം നൽകലും അള്ളാഹുമായിട്ടുള്ള സ്വലാത്തും സക്കാത്തും നിലനിർത്തലും അള്ളാഹുവോട് ചെയ്ത കരാറൊക്കെ പാലിക്കലും എല്ലാ പ്രയാസത്തിലും അടിയുറച്ച് നിൽക്കലുമാണ് ബിർറ്. അതിൻ്റെ കോർ അതാണ്. ബാക്കി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയലൊന്നും കോറല്ല, അല്ലെങ്കിൽ അങ്ങനെ തിരിയൽ മാത്രമല്ല ബിറിൻ്റെ കോർ ഇത് മാത്രമാണ് എന്ന് അള്ളാഹു പറയുകയാണ്. അതിനുശേഷം വരുന്ന ആയത്തിൽ മറ്റൊരു വിഷയത്തിലുള്ള തഖ്ഫീഫിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.